പ്രിയരെ, കർത്താവിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വന്നു. ഈ സായം സന്ധിയിൽ ഒരു വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവ് ഭൂമിയിൽ തന്ന സാവകാശനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ റോസിൻ സുരേഷ് റോഡ്, മറ്റ് അഡ്മിൻസ്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ, ക്രിസ്തുവിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയരെ, ഒന്നൊരു പാട്ട് പാടി വചനാഘോഷത്തിലേക്ക് പോകാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. यीशु ना मिला मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु ना मिला मेरा जीवन सवर गया, मेरा जीवन सवर गया. मैं लहू के कतरों को मेरे लिए बहा दिया, मैं जान बदल देकर यीशु मुझको बचा लिया. तेरे लहू से यीशु के लहू से, मसीह के लहू से मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु ना मिला मेरा जीवन सवर गया, मेरा जीवन सवर गया. तेरा नाम जो लेता है वो जिंदगी पाता है, तेरे राहों में चलकर रूह इनाम पाता है. तेरे रूह से खुदा के रूह से, तेरे रूह से मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. यीशु ना मिला मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया, मेरा जीवन सवर गया. मैं जान बदल देकर यीशु मुझको बचा लिया. तेरे लहू से यीशु की लहू से, मसीह की लहू से मेरा जीवन सवर गया, 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 मेरा जीवन सवर गया. Praise the Lord. Hallelujah. നീറും നിരാശയിൽ ഏറിടും വേളയിൽ താങ്ങായെന്നുമൻ യേശു അരികിലുണ്ട്. നീറും നിരാശയിൽ ഏറിടും വേളയിൽ താങ്ങായെന്നുമൻ യേശു അരികിലുണ്ട്, യേശു അരികിലുണ്ട്.
സ്നേഹമേ നിന്മാർവതിൽ ചാരിടും എന്നും ഞാൻ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ. നീറും നിരാശയിൽ ഏറിടും വേളയിൽ താങ്ങായെന്നുമൻ യേശു അരികിലുണ്ട്, യേശു അരികിലുണ്ട്. രോഗകിടക്കയിൽ താതൻ താങ്ങിടും, രോഗകിടക്കയിൽ താതൻ താങ്ങിടും. ദുഃഖവേളയിൽ ആശ്വാസമേകിടും താൻ, ദുഃഖവേളയിൽ ആശ്വാസമേകിടും താൻ. സ്നേഹമേ നിന്മാർവതിൽ ചാരിടും എന്നും ഞാൻ, സ്നേഹമേ നിന്മാർവതിൽ ചാരിടും എന്നും ഞാൻ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ. ആശ്വാസമായനിക്കൻ യേശു ഉള്ളതിനാൽ, ആശ്വാസമായനിക്കൻ യേശു ഉള്ളതിനാൽ, ആയുസിൻ നാളെല്ലാം നാഥനെ വാഴ്ത്തിടുമേ, ആയുസിൻ നാളെല്ലാം നാഥനെ വാഴ്ത്തിടുമേ. സ്നേഹമേ നിന്മാർവതിൽ ചാരിടും എന്നും ഞാൻ, സ്നേഹമേ നിന്മാർവതിൽ ചാരിടും എന്നും ഞാൻ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ, നിൻ പൈതലാമെന്നെ ചേർത്തിടേണമേ. നീറും നിരാശയിൽ ഏറിടും വേളയിൽ താങ്ങായെന്നുമൻ യേശു അരികിലുണ്ട്, യേശു അരികിലുണ്ട്, യേശു അരികിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഈ സായം സന്ധ്യയിൽ ഒരു വേദഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കൃപായുഗത്തെക്കുറിച്ചും കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഒരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിനാധാരമായി ഞാനൊരു വാക്യം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ്. റോമർ 15:10. അതുകൊണ്ട് ഞാൻ ജാതികളിടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടിയിടും. ഇംഗ്ലീഷ് കൊടുത്തിന് ഇങ്ങനെയാണ്: ആൻഡ് I will praise you among the Gentiles. I will sing praises to you. പ്രിയരെ, ജാതികളുണ്ട്, യഹൂദന്മാരുണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ യഹൂദരാണോ, നമ്മൾ ജാതികളാണോ? വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എന്നാണ് നമ്മൾ ഈ വിഷയത്തെ കൂലങ്കഷമായി പരിശോധിക്കുക. നമുക്കറിയാം, കൃപായുഗം എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പേരാണ് ചർച്ച് ഏജ്, സഭായുഗം എന്നും പറയും. കൃപായുഗത്തിന് സഭായുഗം എന്നും പഠിപ്പിക്കാറുണ്ട്.
ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുതൽ മഹത്വത്തിൽ അവൻ മടങ്ങി വരുന്നത് വരെ ആണ് ഈ കൃപായുഗത്തിൻ്റെ വ്യാപ്തി. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തുടങ്ങി കർത്താവിൻ്റെ മഹത്വത്തിൽ വരുന്ന വരെയും, മഹത്വത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന വരെയും ഉള്ള ഒരു ലോങ് പീരീഡാണ് വാസ്തവത്തിൽ ഈ കൃപായുഗം കൊണ്ട് ആ സംജ്ഞയെ വിശേഷിപ്പിക്കുന്നത്. നമുക്കൊരു വാക്യം യോഹന്നാൻ 1:17 വായിക്കാം. അവിടെ പറയുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. 2 പ്രമാണം. ഒന്ന് മൊസൈക് കവനന്റ്, മോശയുടെ പ്രമാണം. 2 യേശുക്രിസ്തു നൽകിയ പ്രമാണം. പ്രിയരെ, നമുക്കറിയാം കൃപായുഗം എന്ന് പറയുന്നത് അതിന് ഏകദം വിപരീതമാണ്, ഓപ്പോസിറ്റാണ്. വാസ്തവത്തിൽ ഈ ന്യായപ്രമാണത്തിന് ഓപ്പോസിറ്റാണ് വാസ്തവത്തിൽ ഈ കൃപായുഗം. നമ്മളതിനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ രണ്ടിൻ്റെയും ഘടന, രണ്ടിൻ്റെ സ്ട്രക്ചർ വളരെ വ്യത്യസ്തമാണ്. ഗലാത്യ ലേഖനം 3:16 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. വാഗ്ദത്തം ലഭിച്ചതാരാ? അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതിക്കും. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ് പ്രിയമുള്ളവരെ യേശു ക്രിസ്തുവിലൂടെ കൃപയും സത്യവും അതേ നമുക്ക് ലഭിച്ചത്. ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു പ്രോമിസ് ഉണ്ട്, വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തമാണ് യേശു ക്രിസ്തുവിൽ കൂടി നിവർത്തീകരിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. ഗലാത്യർ 4:6 അതിന് ചേർന്ന് മറ്റൊരു വാക്യം കൂടെ പറയുന്നുണ്ട്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, കാലങ്ങളുടെ സമ്പൂർണത, ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പുത്രത്വം ലഭിക്കുവാൻ യേശുക്രിസ്തു എന്തെടുത്തു? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവാണ് അതിൻ്റെ പ്രൈസ് കൊടുത്തത്. യേശുക്രിസ്തുവാണ് വിലയ്ക്ക് വാങ്ങിയത്, തൻ്റെ രക്തം കൊടുത്ത ആ വിലയ്ക്ക് വാങ്ങിയത്. ഇവിടെ നമുക്കറിയാം, നാം എന്തെടുക്കണം? നാം പുത്രത്വം പ്രാപിക്കണം. നാം പുത്രത്വം പ്രാപിക്കണവന് വേണ്ടി എന്തെടുത്തു? ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാ 53 നമ്മൾ വരുമ്പോൾ, യെശയ്യാ പ്രവചനം 53 അധ്യായം, അവിടെ എഴുതിയിരിക്കുന്ന യേശുവിനെ ഒരു രക്ഷകനായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യെശയ്യാവ് 11 അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ശക്തനായ ഒരു രാജാവായിട്ടാണ് യേശുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ സങ്കീർത്തനം 22 കാണുന്നത് ദാവീദ് യേശുവിൻ്റെ ക്രൂശീകരണത്തെ അവിടെ ഒരു പിക്ചറായിട്ട്, ഒരു വ്യക്തമായിട്ട് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, സങ്കീർത്തനം 22. അതുപോലെ തന്നെ സങ്കീർത്തനം 24 അവിടെ കർത്താവിൻ്റെ മഹത്വത്തിലുള്ള രാജാവായിട്ടുള്ള ഒരു ആഗമനത്തെക്കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഗലാത്യർ 3:6 വരുമ്പോൾ അവിടെ കാണുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുപോലെ തന്നെ അവനെ നീതിയായി കണക്കാക്കപ്പെട്ടു. ദൈവത്തിലുള്ളൊരു വിശ്വാസം. നിന്റെ പ്രശ്നങ്ങൾ എന്തുവാവട്ടെ, നിന്റെ വിഷയങ്ങൾ എന്തുവാവട്ടെ, നീ എന്ത് ചെയ്യണം? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ പ്രശ്നങ്ങൾ കാണുന്നു, എൻ്റെ ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നവനാണ്, എൻ്റെ ദൈവം എന്നെ തള്ളുന്നവനല്ല, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അബ്രഹാമിനെ പോലെ നമുക്കൊരു വിശ്വാസം വേണ്ടേ പ്രിയമുള്ളവരെ? നമ്മളിങ്ങനെ ഓരോലെ കണ്ണുനീര് ഒഴിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥന. പ്രാർത്ഥിച്ചെങ്കിലേ നമുക്ക് വിടുതലുള്ളൂ, അതൊരു വശം. പക്ഷേ നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. ശങ്കിച്ച് ഉള്ള സന്ദേഹത്തോടുള്ള ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് നമ്മുടെ ഉറച്ച വിശ്വാസമാണ് നമുക്ക് ആവശ്യം. അതാണ് എഴുതിയിരിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കാക്കി. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ നമുക്കറിയാം, അബ്രഹാമിന് സ്വന്തമായിട്ട് കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ദൈവം എന്താ പറയുന്നറിയാമോ? നീ നിന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച്, നിന്റെ സമ്പത്തെല്ലാം വിട്ട്, ഞാൻ കാണിപ്പാനിക്ക് ദേശത്തേക്ക് നീ വരണം. എന്നിട്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കി, അവിടെ കാണുന്ന താര, സ്റ്റാർസ്, എത്ര സ്റ്റാർ ഉണ്ടോ അത് അത്രയും സന്തതികളെ നിനക്ക് തരുമെന്ന. ആ സമയത്തൊരു യാഥാർത്ഥ്യം എന്തെന്നറിയാമോ? അബ്രഹാമിനൊരു കൊച്ചുകുട്ടി പോലുമില്ല.
എന്നിട്ടും അബ്രഹാം എന്തെടുത്തു? കാണാത്തതിനെ വിശ്വസിച്ചു. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. നമ്മുടെ വിശ്വാസത്തിന്റെ നാപ്തോൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം, പ്രിയമുള്ളവർ, എങ്ങനെയുള്ളതാണ്? നീ ഏത് വിഷയത്തിലാണ് പ്രയാസപ്പെടുന്നത്? നീ ഏത് വിഷയത്തിലാണ് നീ കുഴഞ്ഞു പോകുന്നത്? നീ ഏത് വിഷയത്തിലാണ് തകർന്നു പോകുന്നത്? അവിടെ നിന്റെ വിശ്വാസമായിട്ടുള്ള ഒരു സ്ട്രഗിൾ, ഒരു എൻകൗണ്ടറാണ് പ്രിയമുള്ളവരെ അവിടെ കാണുന്നത്. നാം എന്ത് ചെയ്യണം? എന്തും വരട്ടെ, എൻ്റെ യേശുവിനെ, എൻ്റെ കർത്താവിനെ, എൻ്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല, അവനെ ഞാൻ ഫോളോ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവിനെ നമ്മളെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുമ്പോൾ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന ആരെന്നറിയാമോ? കർത്താവാ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ നമുക്കൊരു പണിയില്ല, നമ്മളവിടെ ഇരുന്നാൽ മതി. അതിനെ ആ ബസ് കൊണ്ടുപോകേണ്ട ഡ്രൈവർ വേറെയുണ്ട്. കാരണം നമുക്ക് ആ ഡ്രൈവറിൽ ഒരു വിശ്വാസമുണ്ട്. ആ ഡ്രൈവർ നമ്മളെ ആക്സിഡന്റ് ഉണ്ടാക്കിയില്ല. നമ്മൾ ഉറങ്ങും, അവിടെ നമ്മളിന്ന് ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ എപ്പോഴും ആ ഡ്രൈവർ ആ ലക്ഷ്യത്തിലേക്ക് ആ വണ്ടിയായിട്ട് പോവുകയാണ്. പ്രിയരേ, കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെയാ. നമ്മൾ ഏത് പ്രയാസങ്ങളും ഏത് പ്രശ്നം കൂടാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ കർത്താവിനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെ കൊണ്ടുപോകും. നമ്മുടെ ഏത് ഭാരങ്ങൾ, ഏത് വിഷയങ്ങളാണ് നാം അവനെ അഭിമുഖീകരിക്കുന്നത്, പ്രിയമുള്ള ദൈവത്തിന് അതെല്ലാം പോസിബിളാ. ദൈവത്തിന് അതെല്ലാം നിസ്സാരമാ. ദൈവത്തിന് ഇതെല്ലാം സംഭവമാണ്. ദൈവത്തിനൊന്നും കഴിയാത്ത ഒന്നുമില്ല. നമ്മൾ വിശ്വസിക്കണം പ്രിയമുള്ളവർ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ അബ്രഹാം വിശ്വസിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ജാതികൾക്കും അതിന്റെ ഗുണമുണ്ടായി. ജാതികൾക്കും വിശ്വാസം, ആ അനുഗ്രഹം ലഭിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് അബ്രഹാമിനോട് ദൈവത്തിന്റെ അരുളപ്പാട്. അപ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത്? നാം എന്താണ് വിശ്വസിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ നമുക്കൊന്ന് വിശ്വസിക്കാം, ഉറച്ചു വിശ്വസിക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവൻ എന്നെ ഒരു പ്രയാസത്തിലും പ്രശ്നത്തിലും ആക്കുന്നവനല്ല, അവനെ വിടുവിക്കുന്നതാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പിന്നെ നമ്മളല്ല നമ്മളെ കൊണ്ടുപോകും, നമ്മുടെ ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ റോമാർ ലേഖനം 1:16 വായിക്കുമ്പോൾ അവിടെ എഴുതിക്ക് ദൈവം പൗലോസിനോട് പറഞ്ഞത്, ആദ്യ യഹൂദനും പിന്നെ യവനനും. അതായത് യഹൂദന്മാർക്ക് മാത്രമല്ല, യവനൻ. ഈ റോമിലും ഇസ്രയേലിലും ഒക്കെ ആയ യവനന്മാരുള്ളത്. നമ്മുടെ കേരളത്തിലോ ഈ രാജസ്ഥാനിലോ ഒന്നും യവനന്മാരില്ല. യവനന്മാർക്ക് പകരമുള്ള വേറെ ജാതിയുണ്ട്. ആ ജാതിയിലൊക്കെ പെടുന്നവരാണ് നമ്മൾ. ഇവിടെ നിന്ന് യഹൂദന്മാരുടെ സന്തതി പരമ്പരയൊന്നും ഇവിടെ ഇല്ല. ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുക. അപ്പോൾ യഹൂദനെന്നും യവനെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഗ്രീക്കുകാരനാകുന്ന യവനൻ അത് വിജാതീയനാണ്. ഹല്ലേലൂയ. അവനും അനുഗ്രഹം പ്രാപിക്കുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യഹൂദൻ മാത്രമല്ല. ഇവിടെ റോമർ 15:11 എഴുതിയിരിക്കുന്ന, ജാതികൾ അവന്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പീൻ. യഹൂദൻ മാത്രം പാട്ടും പാടി പ്രാർത്ഥിച്ചാൽ പോരാ, ജാതികളും ആനന്ദിക്കണമെന്ന്. അതുപോലെ തന്നെ സകല വംശങ്ങളും അവനെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തെ ആരാധിക്കേണ്ടത് ആരാ? സകല വംശങ്ങളും ഗോത്രങ്ങളും ജാതികളും ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കണം, സ്തുതിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുക. പ്രിയമുള്ളവരെ, കൃപായുഗത്തിന്റെ സ്റ്റെപ്പിന്റെ മറ്റൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നതാണ് പെന്തിക്കോസ് നാളിൽ നടന്ന സംഭവം. കാൽവരി ക്രൂശിനോട് കൂടി ശേഷമാണ് കൃപായുഗം ആരംഭിക്കുന്നത്. ആ കൃപായുഗത്തിന്റെ മറ്റൊരു സ്റ്റെപ്പാണ് പെന്തക്കോസ്ത് ദിൻ, പെന്തക്കോസ്റ്റിന്റെ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പെന്തക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം 50 എന്നുള്ളൊരു വേർഡ് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 13-ാം വാക്യം വായിക്കുമ്പോൾ, ലേവ്യ 13:17, നിങ്ങൾ വിമോചനക്കുറ്റം കൊണ്ടുവന്ന ദിവസം മുതൽ നിങ്ങൾക്കായി എണ്ണണം. 7 ശബത്തുകൾ പൂർത്തിയാക്കുന്നതിന്റെ പിറ്റേന്ന് വരെ നിങ്ങൾ 50 ദിവസം എണ്ണണം. നിങ്ങൾ കർത്താവിന് ഒരു പുതിയ ഭോജനയാഗം അർപ്പിക്കണം. പ്രിയരെ, കർത്താവിന്റെ കാൽവരി മരണത്തിന് ശേഷം 50-ാം ദിവസം പെന്തക്കോസ്ത് ദിനമെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അങ്ങനെ ഇവിടെ പെന്തക്കോസ്ത് ദിനത്തിൽ ഹല്ലേലൂയ, യഹൂദനോ യവനനോ, യഹൂദനല്ലാത്തല്ല യവനന്മാരാ, യഹൂദനല്ലാത്തെല്ലാം വിജാതീയരാ, അവര് ആരായിരുന്നാലും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവർ ഒന്നാണെന്നാണ് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ സമയത്ത് യെരൂശലേം ദേവാലയത്തിൽ ഒരു വലിയ 50-ാം പെരുന്നാൾ നടക്കുകയാണ്. ആ പെരുന്നാളിന്റെ മറ്റൊരു പേരാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാ ഗോത്രത്തിലും അന്യഭാഷകളിലും അന്യദേശങ്ങളിലുള്ളവർ അവിടെ ഒന്നിച്ചുകൂടി.
അവർ വലിയൊരു പെരുന്നാൾ കൊണ്ടാടുകയാണ്. എവിടെ? യെരുശലേം ദേവാലയത്തിൽ. എന്നാൽ ഈ സമയത്ത് പ്രിയമുള്ളവരെ, ഏകദേശം 120 ഒരു പേരും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ്, ഒരു സംഘം എന്തെടുത്തു? ഒരു മാളിക മുറിയിൽ, മർക്കോസിന്റെ മാളിക മുറിയിൽ അവരിരുന്ന് പ്രാർത്ഥിക്കുക. അവർ ആ മറ്റേ ഗ്രൂപ്പിൽ കൂടിയില്ല. അവർ യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളിൽ അവർ കൂടുന്നവരല്ല. അവിടെ കൂടാതെ കർത്താവ് പറഞ്ഞ വാഗ്ദത്തമുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യസ്ഥനെ അയക്കും, അവൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്തുന്നുള്ള ഒരു പ്രോമിസ് ഉണ്ട്, ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാന പ്രകാരം എന്ത് സംഭവിച്ചു? അത് യെരുശലേം അവിടെ മർക്കോസിന്റെ മാളി മുറിയിൽ അവിടെ കൂടുകയും അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, പ്രവൃത്തി 2:10 നമ്മൾ വരുമ്പോൾ ലോകത്തിലെ എല്ലാ ദേശങ്ങളിലും ഭാഷകളുള്ളവരാണ് അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ അത് പരിശുദ്ധാത്മാവ് ആ 120 സംഘത്തിലേക്ക് ഇറങ്ങി വരികയാണ്, ഭൂമിയിലേക്ക്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ വലിയ പ്രശ്നമുണ്ടായി. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി, അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവരെല്ലാം ഒരു അബോധാവസ്ഥയിലായി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരുന്ന ഒരവസ്ഥ. ഇപ്പം നിങ്ങൾക്കറിയാം, ആരെങ്കിലും അന്യഭാഷ പറയുകയോ പ്രവചിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വരികയാണ്. പിന്നെ അവരെ ഇട്ട് ഇൻസൾട്ട് ചെയ്യുക. അത് പേടിച്ച് ഉപദേശിമാരും പാസ്റ്റർമാരും ഇപ്പോൾ അന്യഭാഷ ഒന്നും പറയില്ല, അതൊക്കെ നിർത്തി. അന്യഭാഷ നിർത്തി, പ്രവചനവും നിർത്തി. കാരണം ഭയം. ആരെങ്കിലും ഇതിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടും. പ്രിയരെ, ഞാൻ പറഞ്ഞ സാരാംശം എന്ന് ചോദിച്ചാൽ, അങ്ങനെ സഭയുടെ കർത്താവിൻ്റെ സഭയുടെ ജന്മദിനമാണ് പ്രിയമുള്ളവരെ ഈ പെന്തക്കോസ്റ്റ് ഡേ എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വന്ന് കടന്നു വന്നു. അന്നാണ് സഭ ജനിക്കുന്നത്. സഭയുടെ ജന്മദിനമാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ ജന്മദിനമാണ് നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ സഭയിൽ പരിശുദ്ധാത്മാവ് വ്യത്യസ്ത രീതിയിൽ ശുശ്രൂഷകളെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കൃപായുഗത്തെ നമുക്ക് 3 ഘട്ടങ്ങളായി, നമുക്കതിനെ 3 പീരിയഡ്സായി, 3 ഭാഗങ്ങളായി നമുക്കതിനെ തരംതിരിക്കാം. എങ്കിലേ നമുക്ക് ഈ വിഷയത്തെ പഠിക്കുവാൻ കഴിയുള്ളൂ. ഒന്നാമത്തേതാണ് പ്രവൃത്തി 28:28. നമുക്ക് വായിക്കാം. പ്രവൃത്തി 28:28. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ ദൈവം തൻ്റെ രക്ഷാജാതികൾക്ക് അയച്ചിരിക്കുന്നു. ദൈവം ഇപ്പോൾ, ദൈവത്തിൻ്റെ സമ്പർക്കം, ദൈവത്തിൻ്റെ ഇടപാട്, ദൈവത്തിൻ്റെ ബന്ധം ഇപ്പൊ ആരുമായിട്ടാ? ദൈവം ജാതികളെ ദൈവത്തിൻ്റെ രക്ഷ അയച്ചിരിക്കുന്നു. അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഇവിടെയാണ് പ്രശ്നം. ദൈവം ഇപ്പോൾ ജാതികൾക്ക് ദൈവത്തിൻ്റെ രക്ഷയുടെ സന്ദേശം അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്രൂശ് മരണത്തിന് മുമ്പ് പ്രിയമുള്ളവരെ ഉള്ള ജനത, അവർ ഇസ്രായേൽ ജനതയായിരുന്നു, ദൈവത്തോട് ഇടപെട്ടിരുന്നു. ഈ ഇടപെടൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, യേശുവിന്റെ കാൽവരി ക്രൂശിന് ശേഷം, ഹല്ലേലൂയ, യഹൂദനുമായിട്ടുള്ള ബന്ധം ദൈവം അവിടെ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ ദൈവം ആരുമായിട്ട് ഇടപെടുന്നറിയാമോ? ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ജാതികളുമായിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കാലഘട്ടത്തെ പ്രിയമുള്ളവരെ ഇതിന്റെ 1ാം ഭാഗം എന്നാ പറയുന്നത്. അതായത് കാൽവരി ക്രൂശിന്റെ മരണത്തിന് മുമ്പുള്ള കാലഘട്ടം. കാൽവരി ക്രൂശിന്റെ മരണത്തിന് മുമ്പ് ദൈവം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരുമായിട്ടാണ്, യഹൂദ രാഷ്ട്രവുമായിട്ടാണ്. 2ാമത്തെ ഗ്രൂപ്പാണ്, 2ാമത്തെ ഘട്ടമാണ്, 2ാമത്തെ അതിന്റെ ഫേസ് ആണ്. ഫിലിപ്പിയർ 3:20 നമുക്ക് പോകാം. അവിടെ കാണുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനതയെ മാറ്റി നിർത്തിയത് മുതൽ സഭയെ അവൻ സ്വീകരിക്കുന്ന, ചേർക്കുന്ന കാലഘട്ടം വരെ ഇത് നീണ്ടു നിൽക്കുകയാണ്. ഇതിനെ ചർച്ച് പീരീഡ് എന്നും ചർച്ച് ഏജ് എന്നും പറയുക. ഇപ്പോൾ കർത്താവ് ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സഭാ പീരീഡിലാണ്. ഇപ്പൊ ജാതികളുമായിട്ടാണ് കർത്താവിന്റെ സംസർഗം. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് മണവാട്ടി, അതാണ് സഭ. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഭ എന്നർത്ഥം. അങ്ങനെ പ്രിയമുള്ളവരെ, ഇപ്പോഴുള്ള കാലഘട്ടമാണ് ഈ നടക്കുന്നത്. 1, കാൽവരി ക്രൂശിന് മുമ്പുള്ള സമയം. 2, കാൽവരി ക്രൂശ് മരണത്തിന് ശേഷമുള്ള ഇപ്പോൾ പ്രസന്റ് സ്റ്റേജ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം.
എന്നാൽ പ്രിയമുള്ള ഇതിന് മൂന്നാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് എവിടെ? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അവിടെ എന്താ പറയുന്നത്? അതിൻ്റെ 15-ാം വാക്യത്തിൽ ജാതികളെ അത് ഇടപെടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ സഭയെ പ്രിയമുള്ളവരെ ചേർത്തത് മുതൽ, അതായത് കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടത് മുതൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് തിരിച്ച് കർത്താവ് മഹത്വത്തിൽ വരുന്നവരെയുള്ള കാലഘട്ടത്തെ ആണ് ഇവിടെ കുറിക്കുന്നത്. കർത്താവ് തേജസ്സിൽ കടന്നു വരുന്ന ഒരു ഭാഗം, അതാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. ഇതിനെ നമുക്ക് മുമ്പുള്ളതാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ സഭയെ ചേർത്ത് കഴിഞ്ഞ ശേഷം നടക്കുന്നതാണ് മഹോദ്രവം, മഹാകഷ്ടകാലം എന്ന് പറയുന്ന മഹോദ്രവ കാലഘട്ടം. ഇവിടെ നമുക്കറിയാം ദൈവം ഇസ്രായേലുമായി ഇവിടെ ഇടപാടുകൾ നടത്തും മഹോദ്രവ കാലഘട്ടത്തിൽ. നമുക്കറിയാം കർത്താവിന് രണ്ട് സഭയുണ്ട്. ഒന്ന് പഴയ നിയമസഭ ഇസ്രായേൽ, രണ്ട് മണവാട്ടി സഭ, അതായത് പുതിയ നിയമ യെരൂശലേം, പുതിയ നിയമ സഭ. ഈ രണ്ട് സഭയുടെയും മണവാളൻ ഒരാളാണ് പ്രിയമുള്ളവർ. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അതാ യേശുവാ. ചിലത് യേശുവിനെ പച്ച മനുഷ്യനായിട്ടും യേശുവിനെ കുമാരനായിട്ടും പുത്രനായിട്ടും ഒക്കെ കണക്കാക്കുന്നെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. ബൈബിൾ പഠിക്കുമ്പോൾ ഈ രണ്ട് സഭയുടെയും ഹല്ലേലൂയ, ഈ രണ്ട് സഭയുടെയും മണവാളൻ ആര്? ഒരാളാണ്, യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മണവാട്ടി കർത്താവിൻ്റെ സഭയുടെ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് വീണ്ടും ഇസ്രായേലുമായിട്ട് ദൈവത്തിന് കർത്താവ് ബന്ധപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ഒരു ചെറിയ കാലഘട്ടം, ഇതൊരു ഈ കൃപായുഗം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാലഘട്ടമാണ്. അതിന് ലോങ് പീരീഡ് അല്ല. ഇപ്പം തന്നെ 2000 വർഷം കഴിഞ്ഞു. ഇനി ഏത് സമയത്തും കർത്താവ് വരാൻ ബൈബിളിൽ അതിനുള്ള സാഹചര്യങ്ങളെ കാണുകയാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് ദിവസം നമ്മളിത് കൊലോസിയർ 1:25-26 വായിക്കാം. കൊലോസിയർ 1:25-26 വായിക്കുമ്പോൾ അവിടെ ഒരു രഹസ്യം, യുഗങ്ങൾക്കും തലമുറകൾക്കും വേണ്ടി ഒരു രഹസ്യം ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. ഈ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തിയ ഒരാളെ മാത്രമാ. അതാരെന്നറിയാമോ? വിശുദ്ധനായ പൗലോസിനെ മാത്രമാണ് സ്വർഗത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ചില രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയത് പൗലോസിന് മാത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പൗലോസിനെ പറ്റി പറയുന്നത് സെന്റ് പോൾ ഈസ് ദി ആർഡന്റ് ആൻഡ് സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പൗലോസിന് വെളിപ്പെടുത്തിയ ചില രഹസ്യങ്ങളുണ്ട്. അത് ഒരു രഹസ്യമാണ് സഭകളെക്കുറിച്ചുള്ള രഹസ്യം. മറ്റൊരു രഹസ്യമാണ് കർത്താവ് ആരാണെന്നുള്ള രഹസ്യം. അതും പൗലോസിനറിയാം. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, അതേ കൃപായുഗത്തെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത വിധത്തിൽ അത് നമുക്കിന്ന് സഭകളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ജലസ്നാനം, കർത്താവിൻ്റെ അത്താഴം, രോഗശാന്തി, ഭൂതശാന്തി തുടങ്ങിയവ ഇന്ന് സഭകൾ നടക്കുന്നത്. പക്ഷേ ദുഃഖം കൊണ്ട് പറയട്ടെ, ചിലർ ഇതിനൊക്കെ എതിരാ. അവർ പറഞ്ഞ അത്ഭുതം വേണ്ട, നീ എനിക്ക് അടയാളം വേണ്ട, വീര്യപ്രവൃത്തി ഒന്നും വേണ്ട, രോഗശാന്തി ഒന്നും വേണ്ട. ഒരാൾക്ക് അസുഖം പിടിച്ച പെട്ടെന്ന് ഹോസ്പിറ്റലാക്കിയേര്, 108 ആംബുലൻസ് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. എന്തിന് ദൈവത്തെ ബുദ്ധിമുട്ടിക്കണം? ഇതൊക്കെ അവരുടെ ചോദ്യങ്ങൾ. അത്ഭുതം വേണ്ട, അടയാളം വേണ്ട, അതെ രോഗശാന്തി വേണ്ട, ഭൂതശാന്തി വേണ്ട, അന്യഭാഷം വേണ്ട, പ്രവചനം വേണ്ട എന്ന് വാദിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ്, വലിയ ചില ചിന്തകന്മാർ ഇന്ന് നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ സഭ എന്ന് പറഞ്ഞാൽ അത് വിളിക്കപ്പെട്ടവരുടെ സമ്മേളനം എന്നാണ് അതിന് ഒരു മീനിങ് കൊടുത്തിരിക്കുന്നത്. എക്ലീഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സഭ എന്ന പദം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അതേക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ ഏകദേശം 112 പ്രാവശ്യം സഭ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ചർച്ച് അല്ലെങ്കിൽ സഭ എന്ന് 112 പ്രാവശ്യമാണ് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളെ
മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൊണ്ടുപോയി മരുഭൂമിയിലായി. ആ മരുഭൂമിയിൽ ഒരു സഭയായിരുന്നത്. നിങ്ങൾക്കറിയാമോ? അതൊരു സഭയായിരുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന മലമേലുള്ള പ്രസംഗം, അതും ഒരു സഭയായിരുന്നു. പ്രിയമുള്ളവരെ, മത്തായി 16:18 വരുമ്പോൾ നമുക്കറിയാം, അവിടെ ഒരു വാക്യമുണ്ട്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയെന്നോട് എഴുതിയിരിക്കുക. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് നമ്മൾ കാണാൻ കഴിയുന്നത്? ഈ വാഗ്ദാനം നിറവേറിയത് എന്താണെന്നറിയാമോ? ക്രിസ്തു മഹത്വത്തിൽ പിതാവിൻ്റെ അടുക്കലേക്ക് കയറിപ്പോയി. കർത്താവിന്റെ മരണശേഷം കർത്താവ് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷം പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് നാളിൽ ഈ പരിശുദ്ധാത്മാവ് കർത്താവ് നേരത്തെ മുൻപ് വാഗ്ദാനം ചെയ്ത പോലെ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രവൃത്തിയുള്ള പുസ്തകം വീണ്ടും പഠിക്കുമ്പോൾ പ്രവൃത്തി 2:41 എഴുതിയിരിക്കുന്നത്, അവിടെ പത്രോസ് പ്രസംഗം ചെയ്യുകയാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാ, പക്ഷേ മാനസാന്തരപ്പെടുന്നവരില്ല. ചിലർക്ക് എന്നും മാനസാന്തരം, രാവിലെ മാനസാന്തരപ്പെടും, ഉച്ചയ്ക്ക് 12 മണിക്കും മാനസാന്തരപ്പെടും, വൈകിട്ട് 5 മണിക്കും മാനസാന്തരം. ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാവുന്ന പാപങ്ങളൊക്കെ ചെയ്യും. പാപം ചെയ്തിട്ട് വീണ്ടും കുറ്റവും വീണ്ടും പശ്ചാത്തപിക്കും, വീണ്ടും മാനസാന്തരപ്പെടും. എന്നാൽ പ്രവൃത്തി 2:41 പത്രോസ് എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ ഒരു പ്രസംഗം ചെയ്തു. പ്രിയമുള്ളവരെ, പ്രസംഗിച്ചാലും പാട്ടുപാടിയാലും നീ എന്ത് ചെയ്താലും അത് പരിശുദ്ധാത്മാവിലായിരിക്കണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് നിനക്കുണ്ടായിരിക്കണം. നീ നിന്റെ ബുദ്ധി കൊണ്ടൊന്നും ചെയ്യരുത്. നീ എന്ത് ചെയ്താലും ആത്മാവിൻ്റെ സാന്നിധ്യം, ആത്മാവിൻ്റെ ഇൻസ്പിരേഷൻ, ആത്മാവിൻ്റെ പ്രചോദനം നിന്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നിന്നെ നടത്തട്ടെ, നിന്നെ നയിക്കട്ടെ. നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവാണ് നടത്തേണ്ടത്, നീയല്ല പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോയെന്ന്. ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയത് ആത്മാവാ. ഈ ആത്മാവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ദൈവത്തിന്റെ പ്ലാനാ. പ്രിയമുള്ളവരെ, എന്താണ് എഴുതിയിരിക്കുന്നത്? പത്രോസ് ഒരു പ്രസംഗം ചെയ്തു. ആ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ട് എത്ര പേരെന്നറിയാമോ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നവർ, ജലസ്നാനം ഏറ്റവർ, പ്രവൃത്തി 2:38 പ്രകാരം, അത് അപ്പോസ്തലൻ പറഞ്ഞ പ്രകാരം, വചനപ്രകാരം സ്നാനപ്പെട്ട് മുൻപോട്ട് കടന്നവർ എത്ര പേര്? 3000 പേരാ. നമ്മൾ ഒരാഴ്ച 7 ദിവസത്തെ കൺവെൻഷൻ നടത്തിയാലും മാനസാന്തരപ്പെട്ടവരില്ല. അത്രയ്ക്കിൽ മനുഷ്യന്റെ ഹൃദയം കല്ലായി മാറിക്കഴിഞ്ഞിരിക്കുക. ഹൃദയവും നുറുക്കമില്ല, ബ്രോക്കൺ ഹാർട്ട്സ് ഇല്ല. മനുഷ്യന് മനസ്സലിവില്ല. മനുഷ്യന് ഇന്ന് ഏത് വ്യക്തിയെ കണ്ടാലും ഹൃദയം അവന്റെ കാഠിന്യപ്പെട്ടിരിക്കുക. കുഞ്ഞുങ്ങളോ പുതിയ തലമുറ മൊത്തം ലഹരിക്കടിമകളായി. തംസപ്പ് കുടിച്ചാലും പെപ്സി കുടിച്ചാലും ലഹരിയാ. പ്രിയമുള്ളവരെ, സമൂഹം ഇന്ന് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ, ഇന്ന് പലയിടത്തും ഇന്ന് ലഹരി വിരുദ്ധ ജാഥകളാ. ഒരു ജാഥ കൊണ്ട് നടത്തിയാലൊന്നും ഗുണം പിടിക്കത്തില്ല. ഒരു പക്ഷേ ജാഥ നടത്തുന്നവരിൽ ഇതുപോലെ ലഹരികൾക്ക് അടിമയായിട്ടുള്ളവർ കാണാം. നമ്മൾ നോക്കുക, പ്രവൃത്തി 5:7 വരുമ്പോൾ അന്ന് 3000 പേര് ഒരു പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഇതാ പ്രവൃത്തി 5:7 5000 പേര് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രവൃത്തി 5:7. പ്രിയമുള്ളവരെ, അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി സഭയിലേക്ക് വ്യാപിച്ചു. ഏഷ്യ കോണ്ടിനെന്റ്, യൂറോപ്പ് മുഴുവൻ, ലോകം മുഴുവൻ ഇന്ന് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാമോ? ഈ പരിശുദ്ധാത്മാവ് ദൈവം കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തതാ. കർത്താവ് വരുന്നവരെയും നമ്മളെ നടത്തുന്ന ഈ പരിശുദ്ധാത്മാവാ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ് നമുക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ് പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ് പ്രസംഗിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി മൂലമാണ് വിവിധ തരത്തിലുള്ള ശുശ്രൂഷകളെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ എന്താണ് ഫലം? അപ്പോഴാണ് ആരും രക്ഷിക്കപ്പെടാത്തത്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് മാനസാന്തരപ്പെടുന്നത് വളരെ ചുരുക്കമായിരിക്കുക. ഇന്നെല്ലാം സ്കൂളിലൊക്കെ ടീച്ചർമാർ പഠിപ്പിക്കുക, എല്ലാം പീരീഡ് വെച്ചാ, കണക്കിന്റെ പീരീഡ്, ഇംഗ്ലീഷിന്റെ പീരീഡ്, സയൻസിന്റെ പീരീഡ്, അങ്ങനെ ഓരോ പീരീഡ് വെച്ചാ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം എല്ലാം ക്ലോസ്.
പ്രിയമുള്ളവരെ, ഇതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കണം, വാഞ്ചിക്കണം. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിലേക്ക് അയക്കണമേ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ നമ്മൾക്കറിയാം, ഇവിടെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാം. പ്രിയമുള്ളവരെ, എനിക്കിവിടെ ഒരു പരിചയക്കാരനാകുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചില ഗുണ്ട കൂടിയാ, അടിപിടിക്കൊക്കെ പോകുന്ന കൂട്ടത്തിലാണ്. ഒരു ദിവസം അദ്ദേഹത്തെ ഒരു സഹോദരൻ ഏതാണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എന്നിൽ മാനസാന്തരപ്പെടാത്ത പല ഭാഗങ്ങളും ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ മാനസാന്തരപ്പെട്ടതല്ലെന്ന്. ഇതാണ് നമ്മുടെ ഒരു ചിത്രം. നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എന്നിലെ കുറവശങ്ങൾ നീ വെളിപ്പെടുത്തണം, എന്നെ നീ മാനസാന്തരത്തിന് യോഗ്യനാക്കണം, എന്നിലുള്ള കുറവശങ്ങൾ വെളിപ്പെടുത്തണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ ഹൃദയനുറുക്കത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തും. അവൻ നമ്മുടെ മുമ്പിൽ ഓരോ വിഷയങ്ങളെ കൊണ്ടുവരും. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ. പ്രിയമുള്ളവരെ, പ്രവൃത്തി 2:47 പോകുമ്പോൾ അതേ ജാതികളിൽ നിന്ന് അനേകരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ യവനന്മാരെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റ് ലേഖനങ്ങളെ യവനന്മാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ യവനന്മാർ അവിടെയുള്ളൂ, ഇവിടെ ഇല്ല. ഇവിടെ വരുമ്പോൾ ആ സ്ഥാനത്ത് വേറെ ജാതികളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നെന്താ നടക്കുന്നത്? അന്ന് പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിച്ചെങ്കിൽ, ഇന്ന് സഭയെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിയാ, സെക്രട്ടറിയും പ്രസിഡന്റുവാ, അങ്ങനെ ഭാരവാഹികളാ. ഇവരാണ് ഇന്ന് പരിശുദ്ധാത്മാവിന് സ്ഥാനം ഇന്നില്ലേ ഇല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതെ, നാം കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ആപ്തവാക്യം എന്തെന്നറിയാമോ? നാം ഒരാൾ മറ്റൊരാളെ ശ്രേഷ്ഠരായിട്ടെണ്ണണം, പിന്നെ ഒരു കമ്മിറ്റിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കണം, ആ സഹോദരൻ ആ സഹോദരി എന്നെക്കാട്ടിലും കർത്താവിൽ ശ്രേഷ്ഠത ഉള്ളവനാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പിന്നെ നമ്മളിൽ ഈഗോ ഉണ്ടാവില്ല. ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ കുറവുള്ളവളാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ ശ്രേഷ്ഠനാട്ടെണ്ണുമ്പോൾ, പ്രിയമുള്ളവർ, അത് തന്നെയാണ് അതിൽ പരം ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. കർത്താവ് എന്തെടുത്തു? ശിഷ്യന്മാരുടെ കാല് കഴുകിയെന്ന് എഴുതിയിരിക്കുന്നത്. ആ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകിയാൽ, പ്രിയമുള്ളവരെ, നമുക്കൊന്ന് താണുകൂടെ? നമുക്കും കർത്താവിന്റെ സ്വഭാവം പഠിപ്പിച്ചുകൂടെ? നമുക്കും കർത്താവിന്റെ ആ സ്വഭാവം നമുക്കൊന്ന് അപ്ലൈ ചെയ്തുകൂടെ? പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് അത് ആ കാലഘട്ടങ്ങളിൽ, കൃപയുടെ കാലഘട്ടം തുടങ്ങിയപ്പോൾ സഭയിൽ നടന്ന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അനേക സഭകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നറിയാമോ? നമ്മൾ ഇന്ന് കാശ്മീർ വരെ യാത്ര ചെയ്താലും ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പൗലോസ് താൻ യാത്ര ചെയ്ത സ്ഥലത്തെല്ലാം സഭകളുണ്ടായി. നമുക്കിതെല്ലാം വായിക്കുമ്പോൾ, നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ, ആത്മപ്രേരണ നമുക്കുണ്ടാകുകയാണ്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സഭയിൽ രോഗശാന്തി വേണം, അതെ, ഭൂതശാന്തി വേണം, വീര്യപ്രവൃത്തികൾ സഭയിൽ വരട്ടെ. അതുപോലെ തന്നെ പ്രവചനങ്ങൾ പ്രവചിക്കാൻ ദൈവ കർത്താവിന്റെ താലന്തുള്ളവർ പ്രവചിക്കട്ടെ, അന്യഭാഷ പറയട്ടെ, രോഗികളുമേൽ കൈവച്ചാൽ സൗഖ്യം പ്രാപിക്കട്ടെ, സഭ ഉണരട്ടെ. പരിശുദ്ധാത്മാവ് കൃപായുഗത്തിന്റെ ഒറിജിനാലിറ്റിയിലേക്ക്, പ്രിയമുള്ളവരെ, നാം മടങ്ങേണ്ടിയിരിക്കുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി, പക്ഷെ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അവയെല്ലാം വാക്യങ്ങളായിട്ട് മാറി. അവയൊന്നും യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെ പോയി. ഇന്നാരെങ്കിലും, പ്രിയമുള്ളവരെ, ഇന്നാരെങ്കിലും പ്രവചിച്ചാൽ, ഇന്നാരെങ്കിലും അതേ കർത്താവിന്റെ താലന്തുകൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? സോഷ്യൽ മീഡിയ മുതൽ മറ്റുള്ളവർ അവനെ വെച്ചേക്കില്ല. അവനെ ഇൻസൾട്ട് ചെയ്യാനും അപമാനിക്കാനും കളിയാക്കാനും ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, അവിടെ നാം എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് നാം കർത്താവ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ സന്ദേശം നമ്മൾ ശ്രദ്ധിക്കണം. അതേ അപ്പോസ്തലന്മാർ നമ്മൾ പഠിപ്പിച്ച ഉപദേശങ്ങളെ നമ്മൾ ഫോളോ ചെയ്യണം. പ്രവൃത്തി 3:19 മുതൽ 26 വരെ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത അതേ മാനസാന്തരപ്പെടണം എന്നുള്ളൊരു സന്ദേശം അവിടെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇസ്രായേൽ ജനത മാനസാന്തരപ്പെടണം. 5-ാം അധ്യായം 29 മുതൽ 32 വരെ വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഹല്ലേലൂയ, അതേ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇസ്രായേലിനും ഒരു മാനസാന്തരം വരാൻ വേണ്ടിയായിരുന്നു ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് പോലും. പക്ഷെ എന്താണ്? ആ കർത്താവ് രക്ഷകനാണ്, അവൻ മെശിഹയാണെന്ന് കർത്താവ് അവരെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, അതിന് പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എന്നാൽ നമുക്കറിയാം, മികച്ച 2 പ്രാസംഗികരായിട്ട് മാറി.
ആദ്യകാല നൂറ്റാണ്ടിൽ പത്രോസും പൗലോസും. ഇവിടെ പൗലോസ് വിജാതിയുടെ ഇടയിലാണ് കൂടുതൽ പ്രസംഗിക്കാൻ പോയത്. കർത്താവിനെ അറിയാത്ത, നിങ്ങൾക്കറിയാം വടക്കേണ്ടി എന്ന് പറഞ്ഞാൽ കർത്താവെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. കേരളത്തിലെ ഉപദേശം അങ്ങോട്ടേക്കും തള്ളുക. കേരളത്തിൽ 10 പേര് ഒരു വഴിയിലൂടെ യാത്ര ചെയ്താൽ അതിൽ 9 പേരും പാർട്ട്ണർമാരാ. എന്നാൽ പ്രിയമുള്ളവരെ, വടക്കേണ്ടിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിക്ക് പോലും യേശു എന്ന് പറഞ്ഞാൽ ലഡുവാണെന്ന് ചോദിക്കുന്ന ആളുകളാണ്. ഇനിയും ആരെങ്കിലും അതെ, ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ അടുത്തൊരു സിറ്റിയിൽ 2-3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഒരു ട്രാക്റ്റ് കൊടുക്കുകയോ കർത്താവിനെ കുറിച്ച് പറയുകയോ ചെയ്താൽ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ അകത്താകുന്ന രീതിയാണ്. പോലീസിൻ്റെ പീഡന, പെർസിക്യൂഷൻ വളരെയധികമുള്ള വടക്കേണ്ടിയിലാണ് പ്രിയമുള്ളവരെ ഞങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരാംശം എന്താ ചോദിച്ചാൽ, അതേ 1 കൊരിന്ത്യർ 1:17-18 കാണുന്നത്, അവിടെ പൗലോസ് ഒരു പ്രഖ്യാപനം നടത്തണം. പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? ക്രിസ്തുവിനെ സ്നാനം കഴിപ്പിക്കാനാണ് അല്ല, മറിച്ച് സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നെ ഏൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പ്രാർത്ഥിക്കാനൊരു കഴിവുണ്ട്, ചിലർക്ക് വാക്കുകൾ സംസാരിക്കാൻ കഴിവുണ്ട്, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, ചിലർക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവുകളുണ്ട്. ഇതെല്ലാം പ്രിയമുള്ളവരെ വ്യത്യസ്ത തരത്തിലുള്ള താലന്തുകളാണ്. ഈ താലന്തുകൾ നമ്മൾ ഈ യുഗത്തിൽ, ഈ കൃപായുഗത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഒന്നും കുടിച്ചു മൂടരുത്, ഒന്നും മൂടി വെക്കരുത്. നിന്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നീ അത് കർത്താവിന് വേണ്ടി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, ഇവിടെ ജാതിയുടെ ഇടയിൽ അത് കൂടുതലായി പ്രവർത്തിച്ചത് പൗലോസാണ്. എന്നാൽ പത്രോസ് എന്താ ചെയ്തത്? യഹൂദന്മാരുടെ ഇടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഭയുടെ ആദ്യഘട്ടങ്ങളിൽ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സഭയിൽ പലതരത്തിലുള്ള ശക്തമായി ഹല്ലേലൂയ അതിൻ്റെ വ്യാപനമുണ്ടായി. അപ്പോൾ എന്തെടുത്തു? സഭ ഉണരാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമുക്കറിയാം, ആദ്യം പത്രോസിനെ ജയിലിലാക്കി, പിന്നെ പൗലോസിനെ ജയിലിലാക്കി. പത്രോസിനെ ജയിലിലാക്കിയപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വിടുതലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പൗലോസിനും ശീലാസിനെയും നമുക്കറിയാം ജയിലിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? രാത്രിയിൽ അവർ ജയിലിന്റെ ഭിത്തികൾക്കുള്ളിൽ കിടന്നുകൊണ്ടും അവരെന്തെടുത്തു? അവർ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജയിലിന്റെ വാതിലുകളപ്പനയാം തന്നെത്താൻ എല്ലാം വഴിമാറി അവർ പുറത്തു പോകുന്ന രീതി ഉണ്ടായത്. ഇന്ന് അവസ്ഥ നമുക്ക് കാണാൻ കഴിയുമോ? ഇത് ബൈബിളിൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന അല്ല. ഇന്നത്തെ നമ്മളത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സുവിശേഷ ഘോഷണത്തിൽ, സുവിശേഷ പ്രചാരണത്തിൽ പ്രിയമുള്ളവരെ അത് ഒരു സേനാപതിയായിട്ടാണ് പ്രിയമുള്ളവരെ പൗലോസ് നിലകൊണ്ടത്. നമുക്കറിയാം, അങ്ങനെ തീർച്ചയായിട്ടും എവിടെ യഹൂദനെന്നോ യവനനോ ഇല്ലാതെ ഹല്ലേലൂയ ഒരു പുതിയ മനുഷ്യനാകണമെന്നാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യവനന്മാര് സഭയിൽ വന്നിട്ട് യവനന്മാരായിട്ട് തുടരാനല്ല, അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറണം. യഹൂദനും യവനും ഒന്നായിട്ട് മാറണം. ഒന്നാകാതെ മാറാതെ നിൽക്കുന്നതുകൊണ്ട് പല സഭകളിലും പല രീതിയിൽ പല വ്യക്തികളെ കാണാൻ കഴിയുന്നത്. നമുക്ക് തന്നെ അത്ഭുതം തോന്നും, ഇവൻ ക്രിസ്ത്യാനി അല്ലേ, ഇവൻ ദൈവത്തെ വിളിക്കുന്നവനല്ലേ എന്ന്. അവൻ സഭയിൽ വന്നാലും അവൻ്റെ പഴയ ചില തരികിടകളും പഴയ ചില സ്വഭാവങ്ങളും പഴയ രീതിയിലുള്ള അവൻ്റെ ചില ചിന്തകളും മാറാതെ അവൻ നിൽക്കുകയാണ്. കർത്താവ് കുറ്റക്കാരനല്ല. നാം യവനായിരുന്നു ഇന്നലെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ പുതിയ മനുഷ്യനാണ്. യഹൂദന്മാർ ഇന്നലെ യഹൂദനായിരുന്നു, അവൻ കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പുതിയ മനുഷ്യൻ. അതാ പൗലോസ് പറയുന്നത്, അവൻ എന്താ ഒരു പുതിയ മനുഷ്യനാകണമെന്നാ അവിടെ പൗലോസ് കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനോട് ആവശ്യപ്പെടുന്നത്. പുതിയ മനുഷ്യനായിട്ട് നമ്മൾ മാറണം, നമ്മളൊരു പുതിയ വ്യക്തിയായിട്ട് മാറണം. പുതിയ ചിന്തകൾ, പുതിയ തോട്ട്, പുതിയ മനുഷ്യനായിട്ട്, പുതിയ രീതി, പുതിയ ഫേസ് എല്ലാം നമ്മൾ പുതിയതായിട്ട് മാറണം. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഒരു പുതിയ വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മനുഷ്യൻ പറയും, ഇന്നലെ അവൻ കണ്ട കഴുതയല്ലേ, ആ കഴുതയുടെ രൂപം കണ്ടോ മാറിയില്ലേ, ഇന്നലെ കഴുത എങ്ങനെ നിന്നത് ഇങ്ങനെ തല കുമ്പിട്ടായിരുന്നത്, ഇന്നവൻ നേരെയായിട്ടാണ് നിൽക്കുന്നത്.
ഇന്ന് അവൻ ആരെയും ഭയപ്പെടേണ്ട, കാരണം അവന്റെ പുറത്ത് കർത്താവ് ഇരിക്കുക. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നാം സകലതും മാറി നാം ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ മാറണം പ്രിയമുള്ളവരെ. ഇനിയും മറ്റൊരു ഘട്ടം കൃപായുഗത്തിൽ കാണാൻ കഴിയുന്നത് അത് മഹാകഷ്ടകാലം, അതായത് മഹോദ്രവ കാലഘട്ടമാണ്. പ്രിയമുള്ളവരെ, ഇതിന് യാക്കോബിന്റെ കഷ്ടതയുടെ കാലമെന്നും ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. മത്തായി 24:15-29 വരെ വായിക്കുമ്പോൾ അത് ലോകവും മുതൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല, സംഭവിക്കാത്ത അത് ഇനിയും ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. ഇനിയും പ്രിയമുള്ളവരെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ലോകവും ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ പ്രിയമുള്ളവരെ ഇനിയും ലോകത്ത് ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 27 വാക്യം വായിക്കുമ്പോൾ അതിനുള്ള തെളിവുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ 7 വർഷത്തെ നമ്മൾ അതിനെ വിഭജിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതേ ആഴ്ചയുടെ മധ്യത്തിൽ അവൻ നമുക്കവിടെ കാണാൻ കഴിയുന്നത് അവിടെ യാഗവും വഴിപാടും നിർത്തലാക്കും. 7 വർഷം. ആദ്യത്തെ 3.5 വർഷത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നീട് കാണുന്ന 3.5 വർഷം അതിൻ്റെ ഇടയ്ക്കാണ് യാഗവും അതുപോലെ ഇവിടെ കാണാൻ കഴിയുന്നത് വഴിപാടും നിർത്തലാക്കുന്ന എതിർ ക്രിസ്തു കടന്നു വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എതിർ ക്രിസ്തു ആദ്യത്തെ 3.5 വർഷം എതിർ ക്രിസ്തു ഒരു ഉടമ്പടി ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ഹല്ലേലൂയ പിന്നെ കഠിനമായ രീതിയിൽ മഹോദ്രവകാലം 3.5 വർഷം വീണ്ടും ഉണ്ടാകുക. അങ്ങനെയാണ് 7 വർഷം എന്ന് പറയുന്നത്. ഇവിടെ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കണം, അതിനാണ് മഹാകഷ്ടം, അതായത് മഹോദ്രവകാലം എന്ന് അതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ഹല്ലേലൂയ എതിർ ക്രിസ്തുവിന് കടന്നു വരാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഏത് സമയത്തും എതിർ ക്രിസ്തു വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല വിശ്വാസി എപ്പോഴും ലോകത്തിന്റെ ഘടികാരം ഇസ്രായേലിനെ നോക്കിക്കൊണ്ടിരിക്കണം. ലോകത്ത് എന്താണ് നടക്കാൻ പോകുന്നത്? ലോകത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു നല്ല വിശ്വാസിയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിന്റെ ഭരണകർത്താക്കളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ലോകത്ത് എന്താണ് നടക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് പത്രം വായിക്കില്ല, വാർത്തകൾ കേൾക്കില്ല. അവർ പറഞ്ഞു, ഞാൻ വാർത്ത കേട്ട് കഴിഞ്ഞ് നമ്മൾ പാവിയാകുന്നു. അല്ല, നാം വാർത്ത കേൾക്കണം, നമ്മൾ ലോകത്തെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്താണ് ചെയ്യണം? ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ ഗാസയിൽ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? അവിടെ ഇനി മനുഷ്യനുണ്ടെന്ന് തന്നെ സംശയമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ക്ഷാമം, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധികൾ. ഏറ്റവും ദുഃഖം വരുന്നൊരു കാര്യം, 40 ദിവസത്തിന് മേലായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പട്ടിണി പാവങ്ങൾ അവർ ഇന്ന് സമരം ചെയ്യുക. വെറും ഒരു വകയ്ക്ക് പോലും കഞ്ഞിക്ക് വകയില്ലാത്തവർ. അവരാര് കൊണ്ട് അവിടെ ഇരിക്കുന്നത് നമുക്കറിയില്ല. 10-500 പേരുണ്ടെന്നാണ് ഞാൻ ഇവിടുത്തെ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. പട്ടിണി സമരങ്ങൾ, പട്ടിണികൾ, ത്യാഗങ്ങൾ, അതുപോലെ ക്ഷാമം, ഭൂകമ്പം, പ്രിയമുള്ളവരെ യുദ്ധങ്ങൾ, എല്ലാം കൊണ്ടും ലോകത്തിലുള്ളവർക്ക് അസമാധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ പ്രിയമുള്ളവരെ? നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തു. ലോകത്തിൽ ആരെല്ലാം ശ്രമിച്ചാലും പട്ടിണി മാറ്റാനോ ക്ഷാമം മാറ്റാനോ കഴിയയില്ല. ഒരു പാട്ടുകാരൻ പറയുന്ന 4 ലൈൻ പാടി ഞാൻ ഈ വിഷയം ഇവിടെ കൺകുടിയാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ വരവത് ശീഘ്രമായി, ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നേ, വേഗമൊരുങ്ങുക സോദരരെ, കാഹളം മേഘത്തിൽ കേൾക്കാറായി. പട്ടിണി മാറ്റുവാൻ നോക്കുന്നോൾ, പട്ടിണി മാറ്റുവാൻ മന്ത്രിമാരോടുന്നതെന്താണ്? യേശുവിൻ വരവു വരെ ഇവിടെ പട്ടിണി മാറ്റുവാൻ സാധ്യമല്ല. ഭരണത്തിൻ മാറ്റങ്ങൾ കാണുമ്പോൾ സമാധാനമില്ലാത്തതെന്താണ്? ചിലർക്കും ഒരു ഗവൺമെന്റ് മാറി വേറെ ഗവൺമെന്റ് വരും, നല്ല രീതിയിൽ കിട്ടുമെന്നാ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ പുതിയ ഗവൺമെന്റ് ഇതിന്റെ അപ്പുറമായിരിക്കും.
ഭരണത്തിനധിപതി വന്നിടാൻ കളമൊരുക്കിയിടുന്നു രാഷ്ട്രങ്ങൾ. യേശുവിൻ വരവതി ശീഘ്രമായി ലക്ഷ്യങ്ങൾ അനുദിനം കാണുന്നേ. വേഗമൊരുങ്ങുക സോദരരെ, കാഹളം മേഘത്തിൽ കേൾക്കാറായി. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. തന്നെയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച് നല്ല വചനത്തായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് കർത്താവ് മാനസാന്തരത്തെക്കുറിച്ചും അപ്പോസ്തല ഉപദേശത്തെക്കുറിച്ചും കർത്താവേ നിന്റെ വരവിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാൻ കർത്താവേ അനേകർക്ക് നീ ഭാഗ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേട്ടവർക്ക് അനുഗ്രഹമായി തീരുന്നറിയണം കർത്താവേ. ഈ ഗ്രൂപ്പിനെ സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടാൽ സ്തുതിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.